ഇത് സംഭവിക്കേണ്ട സിനിമയാണ്. ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. സോറി എന്താ പറഞ്ഞു, അപ്പൊ നീണ്ടുപോകും. പക്ഷെ കുറെ നീണ്ടുപോകും. അത് സിനിമയ്ക്ക് സംഭവിക്കാൻ ഒരു സമയമുണ്ടല്ലോ. ഇപ്പൊ ആര് പ്രൊഡക്ഷൻ ചെയ്തില്ലെങ്കിൽ ഈ സിനിമ സംഭവിക്കേണ്ട ഒരു സമയത്ത് സംഭവിക്കും. സംഭവിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ്, പിന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രമാണ്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതാണല്ലോ ഏറ്റവും വേണ്ടത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കഥാപാത്രമായിരിക്കണം. ഇതിൻ്റെ ചെറുത് ഒന്ന് എൻ്റെ വീട്ടിലുണ്ടല്ലോ, ഇല്ലെങ്കിൽ ഇതിൻ്റെ വലിയ രൂപം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിലുണ്ടല്ലോ. ചിലരൊക്കെ പ്രതികരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു വിഷയത്തിനൊക്കെ പ്രതികരിക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോടോ, ഇങ്ങനെയൊക്കെ പ്രതികരിക്കണോ എന്ന് നമുക്ക് തോന്നിപ്പോകൂലേ. അത് വേണ്ടിയിരുന്നു എന്നൊക്കെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന, ഇല്ലെങ്കിൽ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ടേ തിയേറ്ററിൽ നിന്ന് ഇറങ്ങും. സിനിമ കഴിഞ്ഞിട്ട് നമ്മളെ ചിലപ്പോൾ അതിനൊന്ന് ചിന്തിപ്പിക്കും, ശരിയാണല്ലോ, അത് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണ് കഥാപാത്രം. ആദ്യം പോയി കഥ പറയുന്നു, പ്രൊഡ്യൂസർ ഇല്ല എന്ന് പറയുന്നു, ചെയ്യാമെന്ന് ഏറ്റെടുക്കുന്നു, വളരെ സന്തോഷവാനാവുന്നു അല്ലേ. ഒരു സിനിമ ഡയറക്ടറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷമാണ്. നമ്മളൊരു കഥ പറഞ്ഞു, എനിക്ക് പ്രൊഡ്യൂസർ ഇല്ല, ഞാൻ ചെയ്യാമെന്ന് സുരാജേട്ടൻ പറയുന്നു, വളരെ സന്തോഷവാനായി തിരിച്ചു പോകുന്നു. പിന്നീടാണ് ലിസ്റ്റിൻ്റെ ഒരു വരവ് അല്ലേ. ലിസ്റ്റും പിന്നീടാണ് എൻ്റെ ആവും. എങ്ങനെയായിരുന്നു നിങ്ങൾ സുരാജേട്ടൻ ചെയ്യാമെന്നൊരു ലിസ്റ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോഴുള്ളൊരു കോമ്പോ ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ഡയറക്ടർ എന്ന നിലയിൽ വർക്കായത്? ഭയങ്കരമായിട്ട് സന്തോഷമായി. കാരണം ഡബിൾ സെഞ്ചുറി. അതെ, സുരാജേട്ടൻ ഇത് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. 10-24 വർഷമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ ഒരാൾ, നമ്മളെ പല സിനിമകൾ കൊണ്ട് അത്ഭുതപ്പെടുത്തിയ ഒരു മനുഷ്യൻ, ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, അത് മൂപ്പർക്ക് ആ കഥ അത്രത്തോളം പറയുമ്പോൾ കിട്ടിയത് കൊണ്ടുകൂടിയാണ്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീണ്ടും പുള്ളിക്ക് അതൊരു വിശ്വാസം വന്നില്ല. സുരാജേട്ടനാണല്ലോ പറയുന്നത്. തമാശക്ക് പറഞ്ഞ പുള്ളി ഒത്തിരി തമാശ പറയുന്നുണ്ടല്ലോ. ആ കൂടെ ഇതും തമാശ എന്ന് നിനക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ വിഷയമാണ്. പിന്നെ ഞാനും കൂടെ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് ഇത് സീരിയസ് ആയി മാറിയത്. അപ്പോഴാണ് എനിക്ക് വിശ്വാസം കൂടുതൽ പോയത്. അതുവരെ ഞാൻ വിശ്വസിച്ചിരുന്നു ലിസ്റ്റിൻ സ്റ്റീഫനും കൂടി ഉണ്ട് എന്നോട് പറഞ്ഞാ നമുക്ക് പിന്നെ ലിസ്റ്റിനും കൂടി ഉണ്ടാവും പ്രൊഡക്ഷനിൽ എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ശരിക്കും എന്ന് ചോദിച്ചു. അതുവരെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോ അങ്ങനല്ല. അപ്പൊ ഇവർ രണ്ടുപേരും ഈ സിനിമ ചെയ്യുക, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതിനപ്പുറത്ത് ഇപ്പൊ ഇവർ തന്നെ ഉപയോഗിക്കുന്ന ടേമാണ്, പ്രൊജക്റ്റിനേക്കാളും പ്രൊഡക്റ്റിലാണ് വിശ്വസിക്കുക എന്നുള്ളത്. അപ്പൊ ആ പ്രൊഡക്റ്റ് നമുക്ക് ഇത് നന്നാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ അത് ആര് ഇതിനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. എടുത്തു വെച്ചതിന് ശേഷമാണല്ലോ സിനിമ എത്തുന്നതിനനുസരിച്ചായിരിക്കും അതിനെ. അപ്പൊ അത് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നുള്ള ആള് അവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ ധൈര്യം ഒന്നുകൂടി എന്നുള്ളതാണ്. പിന്നെ പ്രൊഡ്യൂസർ എന്ന രീതിയിലെല്ലാം സുരാജേട്ടൻ ഈ സിനിമയെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. മീൻസ് കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് സെറ്റിലൊക്കെ ആക്ടർ എന്നുള്ള അർത്ഥത്തിൽ തന്നെയായിരുന്നു. പലപ്പോഴും പ്രൊഡ്യൂസറെ ഞങ്ങൾ അതിങ്ങനെ നോട്ടം നോക്കി, അതൊന്ന് ക്ലോസ് ഒന്നും എടുത്തിട്ടുണ്ട്. പ്രൊഡ്യൂസർ എന്ന അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി നോക്കിയേ കണ്ടില്ലല്ലേ. സംസാരിച്ചു അത് നോക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനപ്പുറത്ത് ഇരിക്കുന്ന പ്രൊഡ്യൂസറെ ഞങ്ങൾ ചില സമയങ്ങളിലൊക്കെ പറ്റിച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഗ്രേസിനെ കൊണ്ട് അപ്പുറത്തിരുത്തിക്ക്, ആ കണ്ണ് അങ്ങോട്ടേ ചിലപ്പോ. അപ്പോ അങ്ങനെ അത് പറയാൻ കാരണം സുരാജേട്ടൻ്റെ അടുത്ത് ചില സീനുകളിലൊക്കെ സുരാജേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ക്ലൈമാക്സ് നീ നോക്കണ്ട, അത് നമ്മൾ ഇനി എത്ര ചിലവായാലും. അപ്പോൾ ഞാൻ സുരാട്ട ശരിക്കും അപ്പോൾ തെറ്റാണ് എന്ന് പറയും, അവിടെ സെറ്റാണെന്ന് പറയും. കാരണം ഞാൻ 1-2 ഇന്റർവ്യൂസ് പറഞ്ഞിരുന്നു, നമ്മുടെ ക്ലൈമാക്സിലാണ് നമുക്ക് ഒരു 15-20% പൈസ ടോട്ടൽ എമൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ നമ്മുടെ ഇതിൻ്റെ ബഡ്ജറ്റിൻ്റെ ചിലവഴിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അത്രയും കൂളായിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഈ പ്രൊഡക്ഷൻ്റെ ക്വാളിറ്റി തന്നെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് മീൻസ് അത്രയൊന്നും വേണ്ടടാ, നമുക്ക് ഇങ്ങനെ എടുത്താൽ പോരെ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ ആ പോരെ പരിപാടി ഇതിലില്ല. അത് വേണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കും. അതിനേക്കാളും കൂടുതൽ സുരാജേട്ടനും അതിന് അത്രത്തോളം തന്നെ അതെ, അത് അങ്ങനെയാണല്ലോ. പ്രൊജക്ട് ഏറ്റവും വിജയിക്കുന്നത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഗ്രേസ് ഇതിലേക്ക് ഇന്നാവുന്നത് എങ്ങനെയായിരുന്നു? അമീർക്കാണ് എന്നെ വിളിക്കുന്നത്, അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇന്നാവുന്നത്. വിളിക്കുന്നു, കഥ കേൾക്കുന്നു. കഥ കേട്ടപ്പോൾ എന്നോട് ആദ്യമൊക്കെ പറഞ്ഞത്, എനിക്കിത് പറഞ്ഞെങ്ങനെ ഫലിപ്പിക്കണം എന്ന് എനിക്ക് അറിയില്ല, ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ, അപ്പം ഇതിൽ എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. ഇതിനകത്ത് അങ്ങനെ എൻ്റെ ക്യാരക്ടറും പറഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ ക്യാരക്ടറിനേക്കാളും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും കേട്ടപ്പോൾ ഈ ക്യാരക്ടർ എന്താ ചെയ്യാൻ പോണത്, അങ്ങനത്തെ ക്യൂരിയോസിറ്റി തോന്നിയതും സുരാജേട്ടൻ്റെ ക്യാരക്ടറാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.